യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 50 നോയമ്പിൻ്റെ നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഓരോ നോമ്പുകളും നമ്മുടെ ജീവിതത്തെ മാറ്റുവാനും തിരുത്തുവാനുമുള്ള സമയങ്ങളാണ്. നോമ്പിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു വിശുദ്ധീകരണമാണ്. നോമ്പുകളിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവ സാദൃശ്യത്തിലേക്ക് ആത്മാവിലുള്ള വിശുദ്ധീകരണത്തിലൂടെ കർത്താവിലേക്കുള്ള സാദൃശ്യത്തിൽ വളരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നോമ്പുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് 50 നോയമ്പിൻ്റെ ദിവസങ്ങളെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്ഷാനുഭവത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ നാളുകളാണ് നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുന്നത്. വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഉപവാസത്തെക്കുറിച്ചും മരുഭൂമിയിൽ അവിടുന്ന് അനുഭവിച്ച പരീക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ജോർദാൻ നദിയിൽ സ്നാനമേറ്റ യേശു പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ആയിരുന്നു. യേശുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. മരുഭൂമിയിലേക്കുള്ള യാത്ര, മരുഭൂമിയിൽ 40 രാവും 40 പകലും യേശു ഉപവാസത്തിലും പ്രാർത്ഥനയിലും തന്നെയായിരുന്നു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇവിടെ പ്രലോഭകൻ എന്ന് പറയുന്നത് പിശാച.
ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളിലൂടെ യേശു കടന്നു പോകുക. അവിടുന്ന് ആഹാരം കഴിച്ചില്ല, ആഹാരം വേണ്ടെന്ന് വെച്ചു. പ്രലോഭകൻ യേശുവിൻ്റെ അടുക്കൽ വരികയാ. യേശുവിന് വിശന്നപ്പോൾ ഈ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പോൾ യേശു കൊടുക്കുന്ന ഉത്തരം ഇതാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ പലവിധത്തിലുള്ള പ്രലോഭനങ്ങൾ തരുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ഇമ്പമുള്ളത് കാണുവാനുള്ള പ്രലോഭനങ്ങൾ, ജഡികമായ ആസക്തികൾ, ഭോഗാസക്തികളെ തൃപ്തിപ്പെടുത്തുവാനായിട്ടുള്ള വഴികൾ. ചിലരെങ്കിലും ജഡത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ജഡത്തിൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏത് അശുദ്ധപാപത്തിലും മുഴുകുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരത്തെ പൂർണ്ണമായിട്ട് പാപത്തിലേക്ക് വിട്ടുകൊടുത്ത് നശിക്കുന്ന എത്രയോ പേരെയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. അടുത്ത നാളിൽ ഒരു സഹോദരി കൺവെൻഷൻ്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ആ സഹോദരിയുടെ ഭർത്താവ് എയ്ഡ്സ് രോഗിയായിട്ട് മരിച്ചു. ആ സ്ത്രീ എയ്ഡ്സ് രോഗിയാണ്, 2 മക്കളുണ്ട്. അവർ പറഞ്ഞത് മക്കൾക്ക് രോഗമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു? ഈ രോഗം പിടിപെട്ടു. ഭർത്താവ് മദ്യപാനത്തിലും വ്യഭിചാരത്തിലും കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ഭർത്താവിൻ്റെ ആ ജീവിതം, ഈ ഭാര്യ ഇന്ന് എയ്ഡ്സ് രോഗിയ, മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുക. ഭർത്താവ് മരിച്ചു. അവിടെ ലോകത്തിൻ്റെ സുഖങ്ങൾ, ജഡത്തിൻ്റെ സുഖങ്ങൾ നേടുവാൻ വേണ്ടി ദൈവം അനുവദിക്കാത്ത വഴികളിലൂടെ, ദൈവം അനുവദിച്ചിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അത് രോഗമായി, തകർച്ചയായി, പ്രതിസന്ധിയായി മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ അമ്മ കണ്ണുനീരോടെ എന്നടുക്കൽ പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമിച്ചു. ആ മനുഷ്യൻ മരിച്ചുപോയി, പക്ഷെ എനിക്കൊരു വെറുപ്പുമില്ല ആ മനുഷ്യനോട്. ഇന്ന് ആ സഹോദരി മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുമ്പോൾ അവർക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ: കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും ഈ രോഗമുണ്ടാകരുത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി കൊടുക്കണം. കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൻ്റെ കാര്യമാണ്. ലോകത്തിൻ്റെ കടന്നു പോകുന്ന സുഖങ്ങളിലേക്ക്, ആസക്തികളിലേക്കുള്ള നയിക്കപ്പെടല. കണ്ണ് തുറന്ന് അടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കണ്ട പലതും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് നമുക്കറിയാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ ഏതുവിധത്തിലും വിട്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയായത് കല്ലുകളെ അപ്പമാക്കുന്ന അവസ്ഥ. അവിടെ യേശു നൽകുന്ന ശക്തമായൊരു മുന്നറിയിപ്പ് ഇതാണ്: മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്താലാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ, വചനമനുസരിച്ച് മുന്നേറുവാൻ, വചനത്തിൽ ഉറപ്പിച്ച ഒരു ജീവിതം നയിക്കുവാനൊക്കെ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ഈ നോയമ്പിൻ്റെ നാളുകളിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന അതാ: നീ വചനമനുസരിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം. യേശു 40 രാവും 40 പകലും ഉപവസിച്ചു. സാത്താനെ കർത്താവ് പരാജയപ്പെടുത്തിയെന്ന് നമ്മൾ വചനത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം 6-ാമത്തെ വചനം: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും
മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. നമ്മൾ നോയമ്പിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാ: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുക, നമ്മുടെ മേലുള്ള നുകം, പിശാചിട്ട നുകങ്ങൾ തകർക്കപ്പെടുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം. 40 ദിവസത്തെ ഉപവാസം എന്ന് പറയുമ്പോൾ, അല്ലെ നോയമ്പ് എന്ന് പറയുമ്പോൾ, നമ്മളിലെ കെട്ട അഴിയേണ്ടത് വ്യത്യസ്തമായ പാപത്തിൻ്റെ കെട്ടുകൾ, പാപത്തിൻ്റെ ദുശീലത്തിൻ്റെ കെട്ടുകൾ, വഞ്ചനകൾ എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ആവശ്യമാണ്. കെട്ടുകൾ പൊട്ടുന്ന, നുകങ്ങൾ തകർക്കപ്പെടുന്ന ഒരു നോയമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴികളിലൂടെ നമുക്ക് കടന്നു പോകണം. ഈ നോയമ്പ് കാലം എൻ്റെ ജീവിതത്തിന് വലിയൊരു മാറ്റമുണ്ടാവണം. ഈ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഉപവസിക്കാൻ സാധിക്കണം. ആവർത്തിച്ച് ചെയ്യുന്ന പാപത്തിൻ്റെ ദുശീലങ്ങൾ, അതിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ്. അതിൽ നിന്ന് മോചനം കിട്ടുവാൻ തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. യെശയ്യാ 58:7 വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഈ നോയമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ആഹാരമില്ലാത്തവനുമായി ആഹാരം പങ്കുവയ്ക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പരദേശിയോട് കരുണ കാണിക്കുക, വിധവയോട് കരുണ കാണിക്കുക, സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് കാരുണ്യത്തിൻ്റെ സൽപ്രവൃത്തികളെ കുറിച്ചാണ്. നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പാപത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ എത്ര ഉപവസിച്ചാലും, എത്രമാത്രം ത്യാഗത്തോടെ പ്രാർത്ഥിച്ചാലും, കാരുണ്യത്തിൻ്റെ പുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ദരിദ്രരോട് ദയ കാണിക്കുന്നില്ലെങ്കിൽ, വേദനിക്കുന്നവരോട് കൂടെ നമ്മൾ വേദനിക്കുവാൻ തയ്യാറല്ലെങ്കിൽ, നമ്മുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നോമ്പുകൾക്കും അർത്ഥമില്ലാതായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ മാറ്റം സംഭവിക്കേണ്ടത് എന്നിലാണ്. നമ്മൾ എല്ലാവരും തന്നെ മറ്റുള്ളവരെ മാറ്റുവാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ സ്വയം ഒരു മാറ്റമാണ് ആവശ്യമെന്ന് നമ്മൾ സ്വയമേ തിരിച്ചറിയണം. എനിക്കാണ് മാറ്റമുണ്ടാകേണ്ടത്, എന്നിലാണ് മാറ്റം സംഭവിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ മാറ്റാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വയം നമ്മൾ എത്രമാത്രം മാറണം എന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത്? എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ശീലങ്ങളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ വാക്കുകളിൽ ഒക്കെ ഞാൻ എന്ത് മാറ്റം വരുത്തണം? ഈ നല്ല ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എന്താണ് മാറ്റം വരുത്തേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയം കൊണ്ട് അകന്ന് ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, അങ്ങനെ പലരുമുണ്ട്. ആ ഹൃദയത്തിൽ നിന്ന് ആരുമായിട്ട് അകന്നു പോയിട്ടുണ്ടോ അവരുമായിട്ട് നമ്മൾ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആരോടൊക്കെ വെറുപ്പ് നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടോ അവരോട് നമുക്ക് നിരുപാധികം ക്ഷമിക്കാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക, ഇത് യേശു ഈ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അറ്റുപോയ സ്നേഹബന്ധത്തിൻ്റെ കണ്ണുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാം.
യേശയ്യ 58:8 അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ദുർഭാഷണം, കുറ്റം പറയുക, വിമർശിക്കുക, മറ്റുള്ളവരെ വിധിക്കുക, മറ്റുള്ളവരുടെ അഭിമാനത്തെ തകർക്കുന്നതിനുള്ള സംസാരങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മളെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിച്ച് ഒന്ന് മാപ്പ് കൊടുക്കുവാൻ, ഹൃദയത്തിൽ ഐക്യപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ രോഗം സുഖമാക്കപ്പെടും. നീ വേഗം സൗഖ്യം പ്രാപിക്കും. നിൻ്റെ രോഗങ്ങൾക്ക് വളരെ വേഗം കർത്താവ് സൗഖ്യം നൽകും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി നൽകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് തിരുത്തുവാനുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അത് തിരുത്തുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തോട് ഇത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഈ ദിവസങ്ങളിൽ നന്നായിട്ട് ഉപവസിക്കുവാൻ, നോമ്പെടുക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ, പാപകരമായ ജീവിതം ഉപേക്ഷിക്കുവാൻ ആത്മാവിൻ്റെ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാ രോഗികൾക്ക് വേണ്ടിയും വേദനിക്കുന്നവർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓർക്കുക, 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. യേശു നമുക്ക് സൗഖ്യം തരും. നമുക്ക് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. യേശയ്യ 33:24 തൻ്റെ നിവാസികളിൽ ആരും താൻ രോഗി ആണെന്ന് പറയുകയില്ല. ഇപ്പോൾ രോഗികളെല്ലാം നിങ്ങളുടെ രോഗങ്ങൾ കർത്താവിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കൈകൾ രോഗമുള്ള ഭാഗത്തേക്ക് വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അങ്ങ് സ്പർശിക്കണമേ. യേശുവേ, ആണിപ്പാടിലെ കരം വയ്ക്കണമേ. വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന മൈഗ്രെയിൻ, തലയ്ക്കകത്ത് വേദന, തലകറക്കം വിട്ടുമാറട്ടെ. നടുവ് നട്ടലും യേശുനാമത്തിൽ സൗഖ്യമാവട്ടെ. അകന്നുപോയ നട്ടല്, ഡിസ്കുകൾ പൂർണ്ണമായിട്ട് സൗഖ്യമാവട്ടെ. ഷോൾഡറുകൾ ബലമാവട്ടെ. ബലമില്ലാത്ത കൈകൾ ശക്തി പ്രാപിക്കട്ടെ. സോറിയാസിസ് വിട്ടുമാറട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. അൾസർ രോഗികൾ, ആസ്മ രോഗികൾ സൗഖ്യമാവട്ടെ. കാലുകൾ ബലമാവട്ടെ. സന്ധിബന്ധങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. കാൽമുട്ടിൻ്റെ വേദന, സന്ധികളുടെ വേദന യേശുനാമത്തിൽ സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗപീഠങ്ങളും വിട്ടുമാറട്ടെ. എല്ലാ പാപദുശീലങ്ങളും വിട്ടുമാറട്ടെ. ആത്മാവിൻ്റെ ശക്തി ഒഴുകട്ടെ. ആത്മാവിൻ്റെ ശക്തി ഒഴുകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ തകർച്ചകളിൽ നിന്നും ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവേ, അങ്ങയുടെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. എൻ്റെ പേര് ഷെൽട്ടൻ. ചേട്ടൻ എന്ത് പറ്റുക? ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ, സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ് ഇടിച്ച എൻ്റെ ഹിപ്പ് തകർന്നു പോയി. ഏത് ഹിപ്പാ തകർന്നു പോയത്? ലെഫ്റ്റ് ഹിപ്പ് തകർന്നു പോയി. ഇവിടെ പൊട്ടിയതാണോ? പൊട്ടി. എന്നിട്ടോ? കൂടെ എന്താണ്, ബ്ലാഡറും പൊട്ടി. യൂറിൻ ബ്ലാഡർ പൊട്ടി.
ചാലക്കുടിയിൽ വെച്ചിട്ടാണ് സംഭവം നടന്നത്. സെയിൻറ്റ് ജെയിംസിൽ കൊണ്ടുപോയപ്പോഴേക്ക് അവർ പറഞ്ഞു അവിടെ നടക്കില്ല. അപ്പോൾ ഞാൻ അവരോട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു. ഒരു മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ബ്ലാഡർ അവർ ശരിയാക്കി. ഹെവി ബ്ലീഡിങ് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവർ എൻ്റെ സ്റ്റൊമക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിരുന്നു, അതെല്ലാം ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ബോൺ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇൻഫെക്ഷനായി. ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഇൻഫെക്ഷൻ മാറിയത്. അപ്പോഴേക്കും ബോൺ ഫ്യൂസറായി. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഹിപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വരും, എപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2004 വെച്ച ഇത് ഇത്രയും നാളായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു, ആയുർവേദവും അതും ഇതെല്ലാമായിട്ട്. അപ്പം ഞാൻ ഇതിന് ഈ അപകടം സംഭവിക്കുമ്പോൾ വേറൊരു കാര്യവും കൂടി സംഭവിച്ചിരുന്നു. ആക്ച്വലി ഞാൻ മരിക്കുകയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും അത് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു അവസാന സ്റ്റേജ് എത്തിയപ്പോഴേക്കും നമ്മൾ അവസാനം ഏറ്റവും ആവശ്യപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കുക. പിന്നെ എൻ്റെ മകന് 1 വയസ്സായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ വരികയാണ്, എൻ്റെ മോനെ നീ കാത്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചു. എൻ്റെ നെഞ്ചിൽ നിന്ന് ഒരു പ്രകാശം കർത്താവിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വീണത്. പിന്നെ ഞാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ല, കർത്താവിൻ്റെ കാല് ശരിയാക്കണം. കാരണം കർത്താവ് എനിക്ക് ജീവൻ തിരിച്ചു തന്നു. പിന്നെ കാല് ഞാൻ എന്തിനാ ചോദിക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ സയൻറ്റിസ്റ്റാണ്. ഞാൻ ആസാമിലായിരുന്നു, കുറച്ചാൾ നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആസാമിൽ പോയി. 1 വർഷം മുന്നേ ഞാൻ തിരിച്ച് പിന്നെയും കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലാണ് എൻ്റെ വീട്. ഷെൽട്ടന് ഒരു സയൻറ്റിസ്റ്റാണ്. ട്രാൻസ്പോർട്ട് ബസ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇടിച്ചു തെറിപ്പിച്ച് ഈ ബോണ് എല്ലാം വിടം പൊട്ടിപ്പോയി. പിന്നെ യൂറിൻ ബ്ലാഡർ തകർന്നു, അതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. മരണാവസ്ഥയിൽ കിടക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു കുഞ്ഞിന് അല്ലേ. അപ്പം വലിയൊരു ദൈവിക സ്പർശമുണ്ടായി. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ മകനെ കർത്താവ് മോചിപ്പിച്ചു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് നമ്മൾ നിലവിളിച്ചാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരവാ. 2 രാജാക്കന്മാർ 20:5. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു, അപ്പോൾ അവിടെ നിൻ്റെ പ്രാർത്ഥന കേട്ടു, അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചാൽ ഉടൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാണ്. ഇപ്പം അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ടോ പിന്നെ ചികിത്സകൾ, മെഡിക്കൽ ട്രസ്റ്റിലെ ട്രീറ്റ്മെൻറ്റ് അതോടുകൂടി കഴിഞ്ഞു. നിലവിൽ ഈ ഇടുപ്പെല്ലുകൾ പൊട്ടിയതാണ്. ഇത് അതായത് ഈ ഹിപ്പ് തകർന്നു പോയിട്ട് ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണം, മാറ്റി വെക്കണം, അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. കാലിന് നീട്ടം കുറഞ്ഞു, കാലിന് നീളം കുറഞ്ഞു പോയിട്ടുണ്ട്. അതെ, കാലിൻ്റെ നീളം കുറഞ്ഞു പോയി. ഇവിടെ പൊട്ടി തകർന്നിട്ട് കാലിൻ്റെ നീളവും കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാൻ കാറ്റഗീസ് എടുക്കുന്നുണ്ട് 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഒരു 2 മാസം മുന്നേ ഒരു സിസ്റ്റർ അവിടെ ദൈവവിളിക്കായിട്ട് പെൺകുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ആ സിസ്റ്റർ വരുമ്പോൾ എന്നെ അന്വേഷിക്കാൻ വന്നത്. എൻ്റെ പേരൊന്നും അറിയില്ല. ഇവിടെ കാലിന് സുഖമില്ലാത്തൊരു അധ്യാപകനുണ്ട്. അങ്ങനെ HMനെ കണ്ടു, കാറ്റഗീസ് HMനെ കണ്ടു. HMനെ കണ്ട് എൻ്റെ അടുത്ത് വന്നു. എന്നെ പള്ളിയിൽ ഇപ്പോൾ കാറ്റഗീസ് എല്ലാം കഴിഞ്ഞു. സിസ്റ്റർ കുട്ടികളെ ഉള്ള ഉപദേശം എല്ലാം കഴിഞ്ഞിട്ട് എന്നെ പള്ളിയിൽ വിളിച്ച് കയറ്റി നിർത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു, കർത്താവിന് നിന്നെ പറ്റി എന്തോ പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത സ്റ്റേജിലായിട്ടുണ്ട്. അപ്പം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാനെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പിന്നെ ഞാൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇല്ല ഷെൽട്ടൻ ധ്യാനത്തിന് കൂട്ടണം. എനിക്ക് നമ്പർ അയച്ച് മെസ്സേജ് ചെയ്ത് തന്നു, ഞാനിവിടെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ധ്യാനത്തിനായിട്ട് ഇവിടെ വന്നത്. ഈ മകൻ്റെ ഹിപ്പ് തകർന്നു പോയി. ഈ കാലിന് നീളക്കുറവുണ്ട്, നമുക്ക് കാണാം. ഈ കാല് ഉറച്ച് ഇരിക്കത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
ഷെൽട്ടറിന് സൗഖ്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. കർത്താവ് സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? പുതിയൊരു ഹിപ്പ് കർത്താവ് കൊടുക്കുമോ? ഈ കാലിന് നീളം കൂടുമോ? കൂടുന്ന വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ശക്തമായിട്ട് സ്തുതിച്ച് ഈ മകന് വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന വിശ്വാസത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യെസക്കേൽ പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. അസ്ഥികൾ കൂടിച്ചേരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇടുപ്പല്ലുകൾ സൃഷ്ടിക്കപ്പെടട്ടെ. The name of Jesus. കാലിന്റെ അസ്ഥികൾ വളരട്ടെ. കാലിന്റെ അസ്ഥികൾ വളരട്ടെ യേശുവിന്റെ നാമത്തിൽ. കാല് ഒപ്പമാവട്ടെ. The name of Jesus. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിക്കുമ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. അത് സംഭവിക്കട്ടെ. യോഹന്നാൻ 19:36. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ചിതറിക്കപ്പെടുകയില്ല. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ബോണലുകൾ സൃഷ്ടിക്കപ്പെടട്ടെ. ജീസസ്. കാല് വലിച്ചോടുന്നു. തൊഴിച്ചേ. ആ ധൈര്യം പഠിച്ചതോ? നീ കാലം ഒപ്പത്തിനൊന്ന് വെച്ചേ. ഒപ്പം വെച്ചേ കാലം. യേശു കാലൊപ്പമായിട്ട് തോന്നുന്നുണ്ടോ? കാലൊപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒപ്പത്തിന് വെച്ച് അടുപ്പിച്ച് വെച്ച് ഉപ്പുറ്റി തറയിൽ ഉറച്ചോ? റജ്ജി ഒന്ന് നോക്കിയേ. ഉപ്പുറ്റി ഉറച്ചൊന്ന് നോക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉപ്പൂറ്റി രണ്ടും ഒരുപോലെയാണ് ഇരിക്കുക. മോനെ കയറുന്നു. ഈ ഷെൽട്ടറിൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റുകൾ തറയിൽ ഉറച്ചാണ് ഇരിക്കുന്നത്. വലത്തെ കാല് ഈ ഒടിഞ്ഞ കാലിച്ചൂട് ഇങ്ങോട്ട് അതിച്ചോ. ചൂട അതിച്ചോ. ആ ചേർത്ത് വെച്ച്. ആ ഈ ഇടത്തെ കാലിൻ്റെ ഉപ്പൂറ്റി ഉറച്ചാണോ? ഒരേപോലെയാണ്, ഒന്നിച്ചാണ്. ഈ കാലിൻ്റെ ഉപ്പൂറ്റി ഉറച്ചാണ്. തിരിച്ചു നോക്കാം. തിരിഞ്ഞു. ആ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. കാലിൻ്റെ ഉപ്പൂറ്റി രണ്ടും ഉറച്ചാണോ നോക്കിയേ. ആണോ? ആണോ സിസ്റ്ററെ? ആ കാലം നമ്മൾ രണ്ട് കാലം മാറി മാറി ചലിപ്പിച്ച് രണ്ട് കാലം. സ്തുതി. കുനിയാൻ സാധിക്കുന്നുണ്ടോ? കുനിയാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ പറ്റില്ലായിരുന്നു. പിടുത്തമുണ്ടോ? പിടുത്തം തോന്നുന്നുണ്ട്. എന്നാലും മൊത്തത്തിൽ ഫ്രീ ആയില്ല ഇവിടെ. തിരിച്ചേ. ആ തിരിയട്ടെ. രണ്ട് സ്ഥലം തിരിയട്ടെ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഇനി നിരന്തരമായിട്ട് കാലുകളൊക്കെ ചലിപ്പിച്ചു കർത്താവിന് നന്ദി പറഞ്ഞ് കുനിഞ്ഞും നിവർന്നും എഴുന്നേറ്റൊക്കെ നോക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഒന്ന് കാലുറപ്പിച്ചോ നടന്നേ. ഉറപ്പിച്ചോ നടന്നേ. ഇത്ര സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാല് നീളം വെച്ചതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നത്. ആരാ സൗഖ്യം നൽകിയത്? യേശു. യേശുവിന് നന്ദി അല്ലേ. ഇപ്പം ഈ ഇടുപ്പിൻ്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഈ ശരീരത്തിൽ കത്തി വെക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമായിട്ട് വെക്കൂ. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ.